ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മാത്രമല്ല കേട്ടോ ഈ ഒരു സീസൺ ഫെസ്റ്റിവൽ ഇപ്പോൾ നടക്കുന്നത്. ഏതൊരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മിന്ത്രയിലും ഉണ്ട് ബിഗ് ഫാഷൻ ഫെസ്റ്റിവൽ. അപ് ടു 90% വരെ നമുക്ക് സാധനങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ലഭ്യമാകാമെന്നാണ് മിന്ത്ര ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് 100 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ? അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ കമന്റ് ആയിട്ടാണ്, എനിക്ക് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇയർബഡ് ഓഫേഴ്സിന്റെ വീഡിയോന്റെ കമന്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് ആയിട്ട് കൂട്ടുകാർ അയക്കുന്ന ഒരു കാര്യമാണ്. 1999 നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന സാധനം ഞാൻ വെറും 1699 രൂപയ്ക്ക്, അതായത് ഒരു 300 രൂപ കൂടി കുറച്ചിട്ട് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ളത്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ ഇനി അത് മനസ്സിലാക്കിയിട്ടാണോ അവർ വാങ്ങിച്ചതെന്ന് അറിയത്തില്ല, 1999 രൂപയാണ് അവിടെ നോർമൽ റേറ്റ്. എന്നാൽ മിന്ത്ര എന്ന് പറയുന്നത് കൂപ്പണിന്റെ കളികളാണ്. സോ ആ ഒരു കൂപ്പണും കൂടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതുപോലെ 1699 വരുന്നത്. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നെങ്കിൽ ആ ഒരു കൺവീനിയൻസ് ഫീ 20 രൂപ കൂടി കൊടുത്തിട്ട് 1719 രൂപയ്ക്ക് അത് വാങ്ങിക്കണം. ഇനി കൺവീനിയൻസ് ഫീ ഫസ്റ്റ് ടൈം മാത്രമാണോ അതല്ല എല്ലാത്തിലും അങ്ങനെ കൊടുക്കണമെന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാലും അതും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടാണ്. അപ്പൊ എന്തായാലും 1719 രൂപയ്ക്ക് അല്ലെങ്കിൽ 1699 രൂപയ്ക്ക് നമ്മളത് വാങ്ങിച്ചെന്ന് വെച്ചോളൂ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോളിസി ഇല്ല. അതായത് ഒരു പ്രോഡക്റ്റ് നമ്മളെ കൈ കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ആകെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ 1 വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നാൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിസിക്കൽ ഡാമേജ് ആണ് അതിനെങ്കിൽ ഉറപ്പായിട്ടും അവർ ക്ലെയിം ചെയ്ത് തരത്തില്ല. അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, 300 രൂപ ലാഭിച്ചപ്പോൾ നമ്മുടെ 1700 രൂപയായിരിക്കും പോകുന്നത്. ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല, ഇതൊരു ഫാക്റ്റ് ആണ്. കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ റീറ്റെയിൽ നെറ്റ് എന്നൊക്കെ പറഞ്ഞ സെല്ലർ ഭയങ്കര ഉടായ്പ് സെല്ലറാണ്. അവർ ഉറപ്പായിട്ടും എന്താ പറയുക, ഡാമേജ് പീസ് വേണമെങ്കിലും അയച്ച് തരാം. സോ നിങ്ങളൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിക്ക് ഇവന്മാരുടെ നിന്ന് വാങ്ങിക്കാതിരിക്കുക, അല്ലെങ്കിൽ മിന്ത്രയിൽ നിന്ന് ഒരു 300 രൂപ ലാഭിച്ച് വാങ്ങിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അതായത് കുഴപ്പമില്ല, എനിക്കിപ്പോൾ 1700 രൂപ പോകണമെങ്കിലും കുഴപ്പമില്ല, സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ 300 രൂപ ലാഭമാണല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക്, ആ ഒരു വേയിൽ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ബോട്ട് എയർഡോപ്സിന്റെ 163 ഉണ്ടല്ലോ, 899 ആണ് ഇവിടെ. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ 161 899 ആണ്. ഇപ്പോൾ ബോൾട്ടിന്റെ W40 ആണെങ്കിലും സെയിം 899 തന്നെയാണ്. പക്ഷേ അവിടെയും നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് 20 രൂപ കൺവീനിയൻസ് ഫീ ഉണ്ട്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ആദ്യം വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളെ 10 രൂപ എടുക്കും. അതായത് 899 രൂപയുടെ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പോലും നമുക്ക് 999 രൂപയാവും ഏറ്റവും അവസാനം ബില്ല് അടിച്ച് വരുമ്പോഴത്തേക്ക്. ഇവിടേക്ക് എന്നാൽ വരുമ്പോഴത്തേക്ക് 919 ആവും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഫ്ലിപ്കാർട്ടിനാണ് കുറച്ചുകൂടെ ബെറ്റർ. എന്നാൽ നോയ്സിലേക്ക് വരുവാണെങ്കിലേ 102 Pro ഒരു ANC പ്രോഡക്റ്റ് ആണ്, 1234 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. ഒരു 65 രൂപയുടെ ഒരു കൂപ്പണും കൂടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ. എന്നാൽ മിന്ത്രയിലേക്ക് വരുവാണെങ്കിൽ 1189 രൂപയ്ക്ക് നമുക്ക് ഒരു 102 Pro വാങ്ങിക്കാം. അതായത് 130 രൂപ എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ട് കൂടി കിട്ടുക. എന്നാൽ 20 രൂപ ആ ഒരു കൺവീനിയൻസ് ഫീ കൂട്ടിയിട്ടാണ്, അല്ലെങ്കിൽ 1169 രൂപയ്ക്ക് നമുക്ക് ഒരു സാധനം വാങ്ങിക്കാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവിടെയും നമുക്ക് ലാഭമുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിട്ടേൺ പോളിസി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പോളിസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നെ മിന്ത്രയിൽ എക്സ്ചേഞ്ച് പോളിസി മാത്രമാണ് ഉള്ളത്. അതായത് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് കൊള്ളില്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം വീണ്ടും വേറൊരു പ്രോഡക്റ്റിൽ. എന്നാൽ വീണ്ടും എന്താ പറയാ, നമ്മൾ ഒന്നുകൂടി അങ്ങോട്ട് എക്സ്ചേഞ്ച് കൊടുക്കുമ്പോഴത്തേക്ക് റീഫണ്ട് അടിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാന്നുള്ളൂ. അതും മിക്കവാറും ലിമിറ്റ് എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. ഇനി എന്തായാലും നമ്മുടെ റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പോളിസി ഇല്ലാത്ത ബ്രാൻഡിൽ നോക്കുകയാണെങ്കിൽ റിയൽമി, നോയ്സ്, വിങ്സ്, OnePlus, മിവി, ട്രൂക്ക് എന്നിങ്ങനെയാണ്. കൂടാതെ 7 days എക്സ്ചേഞ്ച് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ട്, ബോൾട്ട്, നത്തിങ്. എന്തായാലും 1000 രൂപയ്ക്കുള്ളിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഈ ഒരു ബോട്ടും ബോൾട്ടും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല, എക്സ്ചേഞ്ച് പോളിസി ഉണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ എത്ര രൂപയാണോ അതിനേക്കാളും കുറച്ചുകൂടി കാശ് കുറഞ്ഞെങ്കിൽ മാത്രം ഇവിടേക്ക് വരിക. കാരണം ഇവിടെ കൺവീനിയൻസ് ഫീ എന്ന് പറഞ്ഞത് 20 രൂപയാണ്, ഫ്ലിപ്കാർട്ടിൽ 10 രൂപയുള്ളൂ. അതുകൊണ്ട് തന്നെ 909 രൂപയ്ക്ക് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കുന്ന സാധനം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് 919 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. പിന്നെ ഇതുപോലെ T300 ഒക്കെ ഓക്കെ 300 രൂപ ലാഭത്തിന് വാങ്ങിക്കാം, പക്ഷെ അവിടെ എക്സ്ചേഞ്ച് ഓഫർ ഇല്ല. സോ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് നിന്ന് വാങ്ങിക്കുന്നതായിരുന്നു കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ഉണ്ടാകുന്ന കാര്യം വേറൊന്നുമല്ല, റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പോളിസി ഉള്ള പ്രോഡക്റ്റുകൾ മാത്രം ഇവിടുന്ന് വാങ്ങിക്കുക. അല്ലാത്തത് വാങ്ങിക്കുന്നേ കുഴപ്പമൊന്നുമില്ല, പക്ഷെ റിസ്ക് എടുത്തിട്ട് മാത്രം അതങ്ങോട്ട് വാങ്ങിക്കുക. സെല്ലേഴ്സ്, വീണ്ടും പറയാനുള്ളത്, പണി തരുന്ന സെല്ലേഴ്സ് ആണ്, പ്രത്യേകിച്ച് റീറ്റെയിൽ നെറ്റ്. എനിക്ക് ഓൾറെഡി പണി കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എന്തായാലും അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അതുകൂടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇവന്മാരുടെ ആ ഒരു കയ്യിലിപ്പ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക്, അതുപോലെ തന്നെ കമന്റ്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റുള്ള കൂട്ടുകാർക്ക് അത് യൂസ്ഫുൾ ആകും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.